ബോസ് മലയാളം സീസൺ 7 ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. ആദ്യം അനീഷ് വന്നിട്ട് ഷാനവാസിനെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത്. ഇപ്പം ഷാനവാസ് നോമിനേറ്റ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. ആദ്യം തന്നെ അനീഷിൻ്റെ പേരാണ് പറഞ്ഞത്. എന്നിട്ട് അനീഷിനോട് പറഞ്ഞ്, നീ എപ്പോഴും എന്നോട് പറയും ഗസ്റ്റുകൾ വന്നാൽ നല്ല രീതിയിൽ പെരുമാറണം എന്നും പറഞ്ഞ് നീ എനിക്ക് ഉപദേശം തന്നവനാണ്. എന്നിട്ട് നീ എന്താ ഇന്നലെ കാണിച്ചത്? കാരണം ഞാൻ റിയാസിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ പോകാൻ നേരത്ത് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിച്ചിട്ട് അയാൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷേ നീ ചെയ്തത് വെറും ചീപ്പായിരുന്നു. കാരണം സാബു ചേട്ടനോട് ചോദിക്കേണ്ടാത്ത ചോദ്യമാണ് നീ ഇന്നലെ ചോദിച്ചത്. അപ്പം നിനക്കതിൽ മാന്യതയും മര്യാദയും ഒന്നുമില്ലേ? ആദ്യം ഒരാളെ പറയുന്നതിന് മുമ്പ് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം നന്നാവാൻ നോക്കണം. നിൻ്റെ വെറും ചീപ്പ് ഗെയിമാണ്. അപ്പോൾ അത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അനീഷ് ഒച്ചയിടാൻ തുടങ്ങി. അപ്പോൾ ആദിലായി എല്ലാവരും കൂടെ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇവിടെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം മിണ്ടാതിരുന്നില്ലേ എന്നും പറഞ്ഞ് ആദില വഴക്ക് പറയുന്നത്, ക്യാപ്റ്റനായ ആദില. അപ്പോൾ അങ്ങനെ ഷാനവാസ് പറയുന്നത്, നീ ഫേക്ക് ഗെയിം കളിക്കുകയാണ്, നിൻ്റെ മുഖം മൂടി ഞാനിവിടെ അഴിക്കും, ഞാൻ 100 ദിവസം നിൽക്കുവാണെങ്കിൽ നിൻ്റെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരുമെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി വളരെ ഹൈജീനിക്കിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ഒരുപാട് ഹറാസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആര്യൻ്റെ ഒരു പ്രശ്നത്തിൽ ആര്യൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്റ്റോർ റൂമിലേക്ക് ബിഗ് ബോസ് വരാൻ പറഞ്ഞ് അങ്ങനെ ആര്യൻ അങ്ങോട്ട് പോകുന്ന ടൈമിന് മാവ് അവിടെ തുറന്നിട്ടിട്ട് പോയി. അപ്പോൾ പിന്നെ ബിന്നിയും വെസൽ ടീമായ ലക്ഷ്മി ഒന്നും അത് മൂടി വെച്ചില്ല, ഞാനാണ് അതെടുത്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഹൈജീനിക്ക് ഇല്ലായിരുന്നോ? പിന്നെ ഞാനൊരു പ്രാവശ്യം ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ നേരെ ഭയങ്കരമായിട്ടും ചൂടായിട്ട് വന്ന് ഹൈജീനിക്കിൻ്റെ കാര്യം പറഞ്ഞ് ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ അന്ന് എൻ്റെ നേരെ ചാടി ഹൈജീനിക്കാണ്, ഇങ്ങനെ നോക്കരുതെന്നും പറഞ്ഞ്. ഇന്നലെ നെയിം കൈകൊണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്ത് ഇട്ടപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. കാരണം ലക്ഷ്മിക്ക് ഇഷ്ടമുള്ളവർ എന്ത് ചെയ്താലും ലക്ഷ്മി ഒന്നും പറയില്ല, അല്ലാത്തവരുടെ നേരെ ചാടിക്കടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ലക്ഷ്മിയെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനവാസ് അനീഷിനെയും ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.